ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിറാജ് നിലമ്പൂർ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കഴുതപ്പാൽ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുതപ്പാൽ തേടിയുള്ള യാത്രയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് നിലമ്പൂർ കക്കാടംപൊയിൽ കോഴിപ്പാറ അടുത്ത് നായാടംപൊയിൽ എന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. കഴുതപ്പാൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൊഴുപ്പ് കുറഞ്ഞ പാലാണ് കഴുതപ്പാൽ. ലിവർ ടോണിക്ക്, ജീവിതശൈലി രോഗപ്രതിരോധം, മുലപ്പാലിന് തുല്യം, നവജാത ശിശുക്കൾക്ക് അത്യുത്തമം, ത്വക്ക് രോഗത്തിനും സൗന്ദര്യത്തിനൊക്കെ കഴുതപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കഴുതപ്പാൽ തേടിയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ. കക്കാടംപൊയിൽ പോകുന്ന സ്ഥലത്ത് കഴുതപ്പാൽ കിട്ടും പറഞ്ഞാണ്ടുള്ള ബോർഡ് കണ്ടിട്ടുണ്ട്. അതിൽ നമ്പറുണ്ട്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തും ഇതിൻ്റെ ബോർഡുണ്ട്. അപ്പോൾ ആ നമ്പർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ കഴുതയെ കൊണ്ടുവന്ന് സ്പോട്ടിൽ കറന്ന് തരുന്നതാണ്. കഴുത എന്നത് സാധാരണ ബുദ്ധിയില്ലാത്ത ആളുകളെ അഭിസംബോധന ചെയ്യാനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. എന്നാൽ കഴുതയുടെ വില അറിയണമെങ്കിൽ കക്കാടംപൊയിലുള്ള നായാടംപൊയിൽ കഴുതപ്പാൽ കൊടുക്കുന്ന സ്ഥലത്തെത്തണം. ഏകദേശം 50,000 രൂപയോളമാണ് കഴുതയുടെ വില. കഴുതയുടെ പാല് പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഉണ്ടാക്കുന്നത് കഴുതപ്പാൽ ഉപയോഗിച്ചാണ്. കഴുതയുടെ പാലാണെങ്കിൽ വിപണിയിൽ ഏകദേശം 4,000 രൂപയോളം വരും. ലോക സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്ന ഈജിപ്തിലെ രാജ്ഞി ക്ലിയോപാട്ര രാജ്ഞി കഴുതപ്പാലിൽ കുളിക്കുമായിരുന്നു. മൃഗങ്ങളും നമ്മളോട് നല്ല സ്നേഹമുള്ളവരുമാണ്. ഒരു കഴുത നമ്മളെ കണ്ടു കഴിഞ്ഞാൽ 30 വർഷം കഴിഞ്ഞ് നമ്മളെ കണ്ടാലും അവർ നമ്മളെ തിരിച്ചറിയും, നമ്മളെ അടുത്ത് വരികയൊക്കെ ചെയ്യും. അവർ സ്നേഹപ്രകൃതിയുള്ളവരും വളരെ ശാന്തശീലരുമാണ്. നല്ല ബുദ്ധിയുള്ളവരുമാണ് കഴുതകൾ. നമ്മൾ കളിയാക്കി വിളിക്കുന്ന മാതിരിയല്ല, കഴുതകൾ ഏറ്റവും ബുദ്ധി കൂടിയ ഒരു ജീവിയാണ്. പശുവിൻ പാലിനേക്കാൾ കൊഴുപ്പ് കുറഞ്ഞതാണ്. പ്രസവം കഴിഞ്ഞ് ഏകദേശം 2 മാസത്തോളം കഴുതക്കുട്ടികളാണ് പാൽ കുടിക്കുന്നത്. പിന്നീടാണ് കറവ തുടങ്ങാൻ സാധിക്കുക. 400 മില്ലി ആണ് കഴുതയിൽ നിന്നും ലഭിക്കുക. പശുവിൻ്റെ പോലെ ലിറ്റർ കണക്കിനൊന്നും കിട്ടൂല. ഒരു ദിവസം കൂടി വന്നാൽ 2 ലിറ്റർ പാൽ മാത്രമേ കിട്ടൂ. കഴുതപ്പാലാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴുതപ്പാൽ എങ്ങനെ ഉണ്ടാക്കാം? അടിപൊളിയാ. നല്ലൊരു ടേസ്റ്റ് കേട്ടാ. നല്ല ഒരു സാധാരണ പാലിൻ്റെ തന്നെ ഒരു ടേസ്റ്റ്. രുചി വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരു പശുവും പാല് കുടിക്കുമ്പോൾ തന്നെ ഉണ്ട്. അല്ലേ? രുചിയുണ്ട്. ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണല്ലേ. ഏഷ്യയിലടക്കം തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഴുതകൾ ജീവിക്കുന്നത് ചൈനയിലാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയിൽ തന്നെ. ഏകദേശം 40 വയസ്സുവരെ ജീവിക്കാൻ കഴിയുമത്രേ കഴുതകൾക്ക്. കഴുതപ്പാലിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് ഇനിയുമുണ്ട്. തൽക്കാലം സമയക്കുറവ് മൂലം എൻ്റെ കഴുതപ്പാലിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ പോകുന്നത് നായാടംപൊയിലിൻ്റെ കുറച്ച് അകലെയായിട്ട് കുരിശുമലയുണ്ട്. ആ കുരിശുമലൻ്റെ മുകളിൽ കയറിയാൽ കോഴിക്കോടങ്ങാടി വരെ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുരിശുമല നമ്മൾ കയറുന്നില്ല. ആ കാണുന്നതാണ് കുരിശുമല. കുറച്ച് ദൂരെ കൂടുതലുണ്ട്. സമയക്കുറവ് മൂലം ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. പാർക്കിംഗ് ഫീ കുരിശുമലയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. 1.5 കിലോമീറ്ററോളം ഇവിടുന്ന് മുകളിലേക്ക് നടക്കാനുണ്ട്. വെയിലായതുകൊണ്ട് മുകളിലേക്ക് കയറുന്നില്ല. കുരിശുമല വേറെ ഒന്നിനും കാണിച്ചു തരാം. കുരിശുമലയാണ് ഈ കാണുന്നത്. ഈ കുരിശുമലയെന്ന് നോക്കിയാൽ കോഴിക്കോട് അങ്ങാടി വരെ കാണാമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് ഈ നായാടംപൊയിൽ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്.
കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും നായാടം പോയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കഴുതപ്പാല് തേടിയുള്ള യാത്രയും കുരിശുമലയും കണ്ടു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഏവർക്കും ഗുഡ് ബൈ.